പ്രഭാഷകൻ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വചനം വായിക്കുകയാണേ. സമ്പത്തിൽ ആശ്രയിക്കരുത്. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മണി. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് വേനി പറയരുത്. എനിക്ക് തമ്പുരാന്റെ ആവശ്യമൊന്നുമില്ല, പള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ല, സന്ധ്യാപ്രാർത്ഥന ആവശ്യമൊന്നുമില്ല, എനിക്കെല്ലാം ഉണ്ട്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. കഴിവാണ്. ചിലർക്ക് ഇന്ന് കാര്യസ്ഥമല്ല, കഴിവ് കാര്യസ്ഥമാക്കി പ്രസന്റ് ചെയ്യുന്ന ഒത്തിരി മഹാന്മാരെയും കണ്ടിട്ടുണ്ട്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. എന്നെ ആരും നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട, നിന്നെ ആരും നിയന്ത്രിക്കില്ല. പക്ഷേ ദൈവം നിന്നെ നിയന്ത്രിച്ചിരിക്കും, ഉറപ്പ്. ഗോഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ കൺട്രോൾ യു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന പോലല്ല, അല്ല, അത് വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ സഹനവും പീഡനവും വേദനയും ദുഃഖമൊക്കെ തന്നായിരിക്കും. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. നത്തിങ് ഹാപ്പൻ ഫോർ മീ. ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു. അതെ, പിശാച് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു, വളർന്നല്ലാതെ ഉയർന്നല്ലാതെ ഞാൻ എന്തോ നേട്ടം. അങ്ങനെ ബൈബിൾ എഴുതി വെച്ചാൽ പിശാച് എന്നെ കുമ്പിട്ടാൽ സാഷ്ടാംഗം പറഞ്ഞാൽ എന്താ വേണ്ടത്, എന്തും കിട്ടും. കർത്തൃകോപം സാവധാനമേ വരൂ. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്തു. ഉപസാരക്കൂടെ ഉണ്ടല്ലോ, ധ്യാനം ഉണ്ടല്ലോ, ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, അന്നച്ചനുണ്ട്. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുത്തെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്നും പറയരുത്. പ്രഭാഷകൻ ജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവിൽ പറയുക. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിൽ ഉണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. മാനസാന്തരം താമസിപ്പിക്കരുത്. അനുതാപം താമസിപ്പിക്കരുത്. കുമ്പസാരം താമസിപ്പിക്കരുത്. അതായത് പാപം വെച്ച് നീട്ടിക്കൊണ്ട് പോകരുത്, അവിഹിതബന്ധം നീട്ടിക്കൊണ്ട് പോകരുത്, അന്ധകാരത്തുള്ള കൂട്ടുകെട്ട് നീട്ടിക്കൊണ്ട് പോകരുത്. ഇഷ്ടപ്പാക്കണം. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അപചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിച്ചു പോവുകയും ചെയ്തേക്കാം. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയ പണത്തിൽ ആശ്രയിച്ചേക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കില്ല. ശരിക്കും ആവശ്യമുണ്ടാകുന്ന സമയത്ത് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ശരിക്കും ഒന്നിനും ഗുണം ചെയ്യില്ലത്. ദൈവമകനെ, ദൈവമകളെ, വാഴമുള്ളൊരു മാനസാന്തരം, പശ്ചാത്താപം, പാപബോധം നിന്റെ ഹൃദയത്തിൽ ജനിക്കാൻ നീ ആഗ്രഹിക്കണ്ടേ? ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം.